മാർട്ടിൻ സാർ നമുക്ക് ഒരു കാര്യം സംസാരിക്കണ്ടായിരുന്നു, ഒന്ന് അങ്ങോട്ട് വരുമോ? ഓ വരാം. ഒരു മിനിറ്റ് പോരെ. എന്നാ ഈ കോച്ചിനെ ഒന്ന് നിലക്കി നിർത്തണം. ആണാ? ഇങ്ങേര് ഓരോ രാത്രി ഒരു ദിവസം കാത്തുവാണെങ്കിൽ മറ്റേ ദിവസം എങ്ങനെ ഓരോ പെൺകുട്ടികളെ എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ ഇവരുടെ അങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറേ ഇല്ല സത്യം പറഞ്ഞ. പക്ഷെ ഇങ്ങേര് പബ്ലിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങള് നമുക്ക് സിറ്റിയിൽ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. നമുക്ക് കാഷ്നട്ട് ഫാക്ടറി. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കൺമണി വന്നായിരുന്നു. നിങ്ങളുടെ അണ്ടി ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആളാണ്. അവിടുന്ന് അണ്ടി കഴിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മളിപ്പോ പുതിയ സിറ്റിയില് നമ്മളിപ്പോ സുനാമിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് നമ്മൾ പുതിയൊരു ബിസിനസ് കൂടി പ്ലാൻ ചെയ്യുവാണ്. നമ്മളൊരു ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഈ നമ്മള് ഹോസ്പിറ്റലിൽ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല നല്ല ഡോക്ടേഴ്സ്. കാരണം ഒരിക്കലും നമ്മള് എനിക്ക് തോന്നുന്ന എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ നിങ്ങളുടെ കൂടെ തന്നെ അല്ലേ, നിങ്ങളുടെ ഫാമിലി ഡോക്ടർ? പുള്ളിയുണ്ട്. ജാംസിക്ക് എന്തായാലും ഉണ്ട്. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ കോച്ചൊക്കെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാ, നിങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു മനസ്സിൽ TV തുടങ്ങുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിൽ അത്രയും എക്സ്പോഷർ നമുക്ക് കിട്ടും എന്തായാലും. തീർച്ചയായും. അപ്പോ സിറ്റിയിൽ മാത്രമല്ല ലോകെങ്ങാടും കിട്ടും പിന്നല്ലാതെ. അപ്പൊ എനിക്ക് ഡോക്ടറിനെയാണ് അതിന്റെ ഹെഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. കാരണം ഞങ്ങൾ കുറെ പേരോട് സംസാരിച്ചു, പക്ഷെ ഈ ഒരു പോസിറ്റീവ് ഓറ ഞങ്ങള് ആരുടെ കണ്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം തന്നെ വന്നപ്പോഴേ പരിചയപ്പെട്ടപ്പോ തന്നെ ലൈക്ക് അങ്ങനത്തെ ഒരു മനസ്സിലായി. അതാ എനിക്കത് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മളാണെങ്കില് ഇപ്പൊ എല്ലാം റെഡിയാണ്, സ്ഥലമൊക്കെ മേടിച്ച് നമ്മള് ബിൽഡിങ് കാര്യങ്ങളൊക്കെ പണിത് എല്ലാമായിട്ട് ഇത് വന്നു. പക്ഷെ ഒരു ഹലോ ഞങ്ങളത് പേഴ്സണലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണേ. അപ്പൊ നമുക്ക് ഇനി ഒരു 200 CR ഒരു കുറവുണ്ട്, അതായത് ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിൽ. അപ്പോൾ ഒരു 200 കോടി കൊടുത്ത ഒരു 3 ദിവസത്തിനകത്ത് ഈ പറയണത് പോലെ ഹോസ്പിറ്റലിന്റെ ഫുൾ പണി കഴിഞ്ഞ് ലോഞ്ച് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 200 CR മാർട്ടിൻ ബ്രോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് മന്ത്ലി നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റൽ ഏണിങ്സിൻ്റെ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% ബ്രോയ്ക്കും 60% നമുക്കും. അത് എൻ്റെയർ ലൈഫിൽ നമ്മൾ എത്ര കോടി ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാ 40%. എനിക്ക് തോന്നുന്നു അപ്പോൾ 200 CR ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ഈ 200 CR കൂടിപ്പോയ ഒരു 1.5 മാസത്തിൽ ഫുൾ എമൗണ്ട് കിട്ടും. പിന്നുള്ളതെല്ലാം ലാഭമാണ്. അത് നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ ഇച്ഛയാണ്. ഏത് ബിസിനസ്സില്? നിങ്ങളുടെ അണ്ടി ഫാക്ടറി ബിസിനസ്സില്. അണ്ടി ഫാക്ടറിയിൽ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് ഇവർക്കാർക്കും ഇല്ല. ഷാജി പാപ്പൻ ഇല്ല, പുള്ളിക്കൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അണ്ടി ഫാക്ടറിയിൽ നമുക്ക് മിസ്റ്റർ എക്സ് ആയിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ചെറിയ ഷെയർ അതിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അണ്ണന്റെ കൂടെ ആഷില്ലേ, അവരൊക്കെ ആഷനും സ്നൈപ്പറും ചോദിച്ചാൽ ഇല്ല. ഈ ആഷിനും സ്നൈപ്പിനും ഒന്നും യാതൊരു ബന്ധവും ഇല്ല അണ്ടി ഫാക്ടറിയുടെ. അണ്ടി ഫാക്ടറിയുടെ മൊത്തം കാര്യങ്ങളും ഞാൻ തന്നെ ടേക്ക് ഓവർ ചെയ്യണം ഇതിലേക്കുന്നത്. അണ്ടി ഫാക്ടറി ഇപ്പൊ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് 0 വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, എന്റെ മാത്രമേ ഉള്ളതിൽ. നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നതിനകത്ത് മിസ്റ്റർ എക്സിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇത് ഹോസ്പിറ്റലിൽ പൈസയൊക്കെ ഞാൻ തരാം. ഈ ഷാജി ബാബ എന്ന് പറഞ്ഞ ആള് മിസ്റ്റർ എക്സിലുണ്ടോ? മിസ്റ്റർ എക്സിലുള്ളതല്ല, അങ്ങേരി സിറ്റിയിലെ വലിയൊരു ബിസിനസ്മാൻ ആണ്. പക്ഷെ ഇതുവരെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടില്ല, മനസ്സിലായോ? നമ്മള് ഇപ്പൊ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ ഇതില്ല. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ വന്നപ്പോഴാണ് സുനാമി വന്നത്. അത് എനിക്ക് തോന്നുന്നുണ്ട് ഈ എന്റെ ഇച്ചായനാണത്. ഓക്കെ, എന്റെ ബ്രദറാണ്. അപ്പൊ അങ്ങേരുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ കൂടെയുള്ള ആഷും വരൊക്കെ സിറ്റിയിൽ ലോട്ടറി തട്ടിപ്പൊക്കെ നടത്തിയായിരുന്നു അതിന്റെ ഇടയിൽ. അയ്യോ, അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് മറ്റേ കുറെ പൈസകൾ ആവശ്യം വരുമ്പോ ഞാൻ കൊടുക്കാറുണ്ട്. സ്നൈപ്പിനായാലും മാഷിനാണെങ്കിലും എന്റെ അടുത്ത് വരാറുണ്ട് അവര്.
ഇനി ഇതിന്റെ കാര്യം പൈസ ഒന്നുമില്ല, പക്ഷെ ഹോസ്പിറ്റലല്ലേ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് ഒരു ഡോക്ടറിന്റെ പേര് പറഞ്ഞ് വാങ്ങുമ്പോ എന്തായാലും അതിന് കമ്മീഷൻ ഇത് കിട്ടും, എന്താ വെച്ചാല് കുറവ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചേരാം. അപ്പൊ അണ്ണൻ എന്തായാലും ഓൾറെഡി ആയി, എല്ലാത്തിന്റെ പൈസ കൊടുത്തു. നമുക്ക് ബിൽഡിംഗ് നമുക്ക് ഹോസ്പിറ്റൽ കണ്ടിട്ട് വരാം. അല്ല ഹോസ്പിറ്റൽ അന്നോ ലൊക്കേഷൻ ഒന്ന് കണ്ടാലോ പോയിട്ട്. ലൊക്കേഷൻ കാണിക്കാം, ലൊക്കേഷൻ കാണിക്കാം. ഞാൻ വണ്ടി ലൊക്കേഷൻ എവിടെ കൊണ്ട് കാണിക്കും? ലൊക്കേഷനാ? ലൊക്കേഷൻ ഹോസ്പിറ്റലിൽ കെട്ടാൻ പറ്റിയ ഒരു നല്ല സ്ഥലം പറഞ്ഞടാ പെട്ടെന്ന്. പണി നടക്കുന്ന ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടോ ഇവിടെ? എവിടെ 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 എവിടെ? മെയിൻ ബാങ്കിന്റെ അടുത്ത്, മെയിൻ ബാങ്ക് അല്ല, മെയിൻ ഗാരേജിന്റെ അടുത്ത്, മെയിൻ ഗാരേജിന്റെ അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ട് പോ, അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ഇവിടെ 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 ഞാൻ കൈ ഇവിടെ. അണ്ണ ഒരു മിനിറ്റ് ബ്രോ, ഒരു മിനിറ്റ് അണ്ണ നിങ്ങോട്ട് വന്നോട്ടെ. അണ്ണ ഫസ്റ്റ് ഡ്രസ് മാറ്റണം, ഈ സ്കൂളത്തെ യൂണിഫോം പോലെയാണല്ലേ. അത് നമുക്ക് പിന്നെ മാറ്റാം, നീ ഇങ്ങോട്ട് വാ. ഇല്ല, പ്രൊഫഷണൽ പോവേ നമ്മ. അത് കുഴപ്പമില്ല. ഇതെന്താ പ്രസ് ഫോളോ? കുട്ടിയുടെ നമ്പർ കിട്ടിയില്ല. കുടുംബത്തോടെ കള്ളന്മാരുത്. மார்ட்டின் ப்ரோ പെണ്ണെ என்ன ഒന്ന് சொல்லிட்டு കുറച്ച് ஒரு பொண்ணா പെട്ടെന്നായിരുന്നെങ്കിൽ தூக்கிட்டு இருக்கீங்க நீங்க? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലായിട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ. എന്താണ് ചോദ്യം പറഞ്ഞുതരാം. ഞാൻ എത്ര നാളായടാ ഇത്രയും മണിക്കൂറൊക്കെ ഇരുന്ന് ആർപ്പ് ചെയ്തിട്ടില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ കെട്ടുന്ന സ്ഥലമില്ല പുതിയ. അതാ പറഞ്ഞേ. മൊത്തം കള്ളന്മാരാണ്. ഞാൻ ഓടിക്കണം. അണ്ണ നമ്പർ എന്തേലും അണ്ണാ? എടാ ഡബിൾ 3 ഓക്കെ അണ്ണ, ഓക്കെ. மார்ட்டின் ப்ரோ என்ன என்ன சொல்லிட்டு ஒரு பொண்ணையா நீங்க தான் தூக்கி வச்சிக்கிறீங்க? നീ എങ്ങോട്ടാണോ മാർക്ക് ഇട്ടേക്കണേ? ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഹോസ്പിറ്റല്. ഇത് ഇപ്പൊ കറന്റ് ആരാണ് ഇതിന്റെ മന്ദാരമായിരുന്നല്ലേ? പുള്ളി ഇല്ലല്ലേ? മന്ദാരമാണ് എല്ലാം നോക്കി നടത്തുന്നത്. മന്ദാരാണ് ഫുള്ള് നോക്കി നടത്തണേ. മന്ദാരാണ് അതിന്റെ ഇടയ്ക്കൊന്ന് മന്ദാരത്തിന്റെ കാമുകി EMS ഉണ്ടായിരുന്നു. ഓഹോ, അതിന്റെ താല്പര്യം കൊണ്ട് ആള് വന്നിട്ട് ഒന്ന് കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തായിരുന്നു. കമ്മ്യൂണിറ്റി സർവീസോ? അവനെ പിന്നെ ഞാൻ ആ പാർട്ടി കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതെല്ലാം നോക്കാൻ പോയി മന്ദാരം, അതാണ് വരാത്ത. പിന്നെ രണ്ടാമത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് എന്താ കണ്ണാപ്പി വന്നിട്ട് ഇവിടെ നമ്മൾ ഈ ബോട്ട് റോബറി ഇല്ലേ, യാച്ച് റോബറി ഒക്കെ, അങ്ങനത്തെ ലൊക്കേഷനിൽ ആള് മരിച്ചു കഴിഞ്ഞാല് അവിടെ പോയി പൊക്കാൻ പാടില്ല എന്നാ പറയാ. കണ്ണാപ്പി അതൊക്കെ പൊക്കിട്ടാ വന്നത്. ഭയങ്കര ആത്മാർത്ഥത. അല്ല, അത് നമ്മളെ കുടുംബത്തിൽ പണ്ടല്ല അങ്ങനെയാണ്. നമ്മുടെ അധികം പണി എടുക്കുവേ. 4 മണിക്കൂറായടാ. ഇത് കറണ്ട് പോകുന്ന സ്ഥലം ഇവിടല്ല. ഇവിടെ വെക്കൂല, ഇവിടെ ഒരിക്കലും വെക്കൂല. ഇവിടെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇല്ല. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പോയല്ല. വണ്ടിയിലിരിക്കണം. വെയിറ്റ് ആക്കാൻ ഞാൻ പറഞ്ഞുതരാം. അതാണല്ലേ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ തോന്നുന്നു കേട്ടോ. ആരെ വീണ് ചത്തല്ലോ? ഒന്നുകൂടെ ഇതാക്കിയ ഇല്ല, ഈ വീണ് ചത്തല്ല, കുഴയണതാ. ഓക്കെ എന്നെ കേറി പെട്ടെന്നേ. ഇതാ നമ്മളെ ഡോട്ടർ. ആസിൻ അറിയാന്ന് പറഞ്ഞു ഇയാൾക്ക്. ഈ ഡോക്ടർ ന്യൂ മാപ്പിലുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റ് ആണോ?
ആഷിനെ എനിക്ക് മറക്കില്ല. അന്ന് അറിയാലോ. രാവിലെ വരെ ഇരുന്ന് 1000 കോടി അടിക്കാവ്. അല്ലേ മറ്റേ സാറിനെ ആഷിനെ നമ്മളെ മറക്കാൻ പറ്റില്ലല്ലോ. മറ്റേ സാർ തോളത്തിരിക്കുന്നവരാ? പെണ്ണ് കണ്ടോണ്ടേ ഞാൻ പിന്നെ എന്ത് വിചാരിച്ചു ട്രാൻസ്ഫോമർ ആന്നാ? എന്താ ആഷിന്റെ പേരെന്താ? കണ്ട സാധനമായിരുന്ന ആഷ്, അത് വരെ കണ്ട സാധനമാണ്. എടാ നീ ഭൂമിനെ കൂടെ കൂടിയിട്ട് ഫുള്ള് ചളി കേട്ടോ. ഭൂമിയാ? ആഷിന്റെ ഗേൾഫ്രണ്ട്. ആ, ആ. അതെ അതെ അറിയാം കാണാറുണ്ട്. നമുക്ക് ഇവിടെ ഇതൊക്കെ എടുക്ക്. എടാ മെയിൻ ഗാരേജ് ആണോടാ നിന്റെ ഹോസ്പിറ്റലിൽ? മെയിൻ ഗാരേജ് അല്ലല്ലോ ഇത്, അതിന്റെ അപ്പുറത്ത് നമ്മൾ പണിയുന്നതാണ് ഇത്. ഇതാവുമ്പം ഒരു ഹോസ്പിറ്റൽ ഒരു ഗാരേജിന്റെ അടുത്തല്ലേ വേണ്ടത്? വാ വരൂ. TVA ഹോസ്പിറ്റൽ ഇതാണ്. അപ്പൊ നമ്മള് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കൊറേയൊക്കെ ഒരു വിധം എത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിധം ഇനിയുള്ള കുറച്ച് പണിയിൽ നമുക്ക് ഒരു 200 CR ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് കെട്ടി തീർക്കാം. മനസ്സിലായേ? ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും സ്ക്വയർ ഫീറ്റിലാണ് നമ്മളിത് പണിതേക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇത് കണ്ടോ, ഇത് ഇവിടെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഇവിടുന്ന് നേരെ റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റിസപ്ഷൻ എൻട്രൻസിലോട്ട്. കാരണം ഇപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മൾ കാഷ്വാലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ആംബുലൻസ് ഒക്കെ വരുന്ന സമയത്ത് നേരെ വന്ന് ഇവിടെ തന്നെ നിർത്തി നേരെ അകത്തോട്ട് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിന് 2 എൻട്രൻസ് ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വണ്ടി ഇവിടെ തിരിച്ച് കൺജഷൻ ആവുന്നതിന് പകരം ഇതുവഴി നേരെ കയറി നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും ആ സൈഡിൽ. ഈ ഹോസ്പിറ്റലിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 4 വാർഡുള്ള ആൾക്കാർക്ക് വരാൻ പറ്റും. അതായത് ഈ സൈഡും ഈ ഫ്രണ്ടിൽ നിന്ന് ഈ സൈഡ് എവിടോട്ട് വേണേലും കാഷ്വാലിറ്റിയിലോട്ട് പെട്ടെന്ന് വരാനുള്ള ഒരു ആക്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻജിനീയർ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. നമ്മളെ ആക്ച്വലി നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരിൽ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു വക്കീലുണ്ട്, പുള്ളിയാണ് മാരാർ വക്കീലാണ് ഇതെല്ലാം നമ്മളെ മൊത്തത്തിൽ ഇത് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ സത്യം പറഞ്ഞാൽ എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡോക്ടർ ജാംജിങ് ആണ് ഫുള്ളി മാനേജ് ചെയ്തത്, സംസാരിച്ചതും എല്ലാം. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓ അതെ, ആളുടെ ഒരു പവർ വെച്ചിട്ട് പുള്ളി എക്യുപ്മെന്റ്സിനൊക്കെ നമുക്ക് ആകെ 20% എന്തോ കൊടുക്കേണ്ട വന്നുള്ളൂ ടോട്ടൽ. അപ്പൊ അത്രയും ലാഭത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ ഒരു കൺസ്ട്രക്ഷൻ തീർക്കാൻ ഒരു 200 CR അത് മാത്രമാണ് നമുക്ക് ഇനി ആകെ വേണ്ടുന്നത്. ഫണ്ട് ഞാൻ അറിയി തരാം, 200 സീനില്ല, അത് ഞാൻ തരാം, ഇഷ്യൂ ഇല്ല. പക്ഷെ എനിക്കതെന്താ വെച്ചാല് ഇപ്പം എന്റെ ഫണ്ട് എന്ന് പറഞ്ഞാല് എനിക്കിപ്പോ എന്റെ കയ്യിൽ 1600 CR ഉണ്ട്. അപ്പം ഈ ഫണ്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാല് എനിക്കിവിടെ ഒരു കുടുംബമുണ്ട്. കാരണം പന്നിമറ്റെന്നാണ് തറവാടിന്റെ പേര്. അപ്പം അണ്ണൻ കണ്ടുണ്ടാവും പ്ലേ ബോയ് മാൻഷൻ ഇല്ലായിരുന്നു, അതാണ് ഞങ്ങളെ തറവാട്. അപ്പം അത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു അനിയനും ചേട്ടന്മാരൊക്കെ ഉണ്ട്. എക്സലറേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. ചേട്ടനാണ്. അപ്പൊ അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടും അവരോടൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ ഒരു മൂന്നാമത്തെ അനിയനാണ് ഞാന്. ഓ പക്ഷെ നമ്മുടെ മെയിൻ ഒരു പ്രശ്നം പറഞ്ഞുതരാം. ഇപ്പം നാളത്തേക്കാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഫണ്ട് വരാനുണ്ട്. പക്ഷെ ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്ന് രാത്രിയിൽ ഇന്ന് 3:30 മുമ്പ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഇതിനകത്ത് എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണേ, അത് അവിടെ വില കുറവാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ചൈനീസ് ആണെന്ന് പറയില്ല, അത് നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് 3:30 മുമ്പ് ഫണ്ട് കൊടുത്താൽ മാത്രമേ അത് അവിടുന്ന് വരുള്ളൂ. അല്ലെങ്കിൽ ഇനി അടുത്ത നെക്സ്റ്റ് ഷിപ്മെന്റ് എന്ന് പറയുന്നത് 1.5 മാസം കഴിഞ്ഞിട്ടാണ്, നമ്മൾ വീണ്ടും ഡിലേ ആവും. അതാണ് പ്രശ്നം. അതിപ്പം അണ്ണ ഇന്നെന്തായാലും നമുക്ക് ഈ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റൂല. അണ്ണ എനിക്ക് ഒരു ദിവസം ടൈം തന്നേ പറ്റൂ, മാക്സിമം സൺഡേന്റെ ഉള്ളിൽ എനിക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ, അത് വലിയൊരു എമൗണ്ട് അല്ലേ. മനസ്സിലായി. അപ്പൊ ആ വണ്ടിക്ക് ഫണ്ട് എത്ര ഇപ്പം എന്റെ കയ്യിൽ പോലും, കാരണം കഴിഞ്ഞൊരു 2 ദിവസം മുന്നേ എന്റെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് ആൾക്കാർ പറ്റിച്ചു പോയായിരുന്നു. വലിയത് പറഞ്ഞാൽ ഒരു 2-3 CR. അപ്പൊ അതിനുശേഷം ഞാൻ ഞാൻ അങ്ങനെ പൈസ കയ്യിൽ കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കേട്ടായിരുന്നു അത്.
മെറ്റീരിയൽസ് ഹലോ. ഉണ്ടോ നിനക്ക്? ഹലോ ബ്രോ ഫസ്റ്റ് ഈ പെണ്ണിനെ ഒഴിവാക്കിയോട്ടാ, എന്നാലേ ബ്രോന്റെ ലൈഫ് രക്ഷപ്പെടും. സത്യം പറയാലോ. അണ്ണൻ നിന്നെ ഒഴിവാക്കണ്ടടാ. അങ്ങനെയല്ല പറഞ്ഞേ ഉള്ളേ. അണ്ണനറിയാ അനക്ക് അത്ര കൈവുണ്ട് അല്ല അണ്ണാ? പിന്നെ പറഞ്ഞോടുക്ക്. ആ ശരി. അതെ. അല്ല നീ ഒരു കഴിവ് പീടിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബ്രോ സംസാരിച്ചിട്ട് പറയാട്ടോ, നമ്മളെന്ന് അറിയിക്കേ. അറിയിക്കാം. ഞാൻ മാക്സിമം എനിക്ക് ആ ടൈമിനുള്ളിൽ ഞാൻ സെറ്റ് ആയിട്ട് ഞാൻ അത് ഫണ്ട് അപ്പൊ അണ്ണന് ഫാമിലി ഹൗസ് കൊണ്ടുവന്നേരം. വന്നിട്ടില്ലല്ലോ ഫാമിലി ഹൗസ് ഒന്നും? ഇല്ല വന്നിട്ടില്ല. ഇല്ല, ഞാൻ എന്തായാലും കോച്ച് വഴിയോ അല്ലെങ്കിൽ ആഷ് ബ്രൂട്ടിലെ വഴിയോ സ്നൈപ്പോ ആരായിട്ടും ഞാൻ അറിയാം. പൈസ വരുമ്പോ എന്റെ തന്നാലും നിന്റെ അടുത്ത് തരും. ആഷ് നിന്റെ അടുത്ത് ഞാൻ തരൂലോ, മതിയായി. നിന്റെ അടുത്ത് പൈസ സാധനം തരൂല. നീ ആ നാണത്തിലുള്ള കള്ളന്മാരാണ്. കള്ളന്മാർക്ക് കൊടുക്കണ്ടേ നമുക്ക്? ഹലോ ഹലോ, കാണാനല്ലേ? എവിടെയാണല്ലേ? കേട്ടില്ല. എവിടെയാണല്ലേ? ഒന്ന് പൂച്ച ഒന്ന് കാണണമായിരുന്നു. ഞാൻ 8158. ഓക്കെ. ഇതാരാ? ഇതൊക്കെ എടാ ഒന്ന് വന്നടാ. ഇച്ചിരി ഒന്ന് 200 സിയറൊക്കെ ഈസിയാണ്. പുള്ളിയുടെ 1600 സിയർ 1600 കോടിയൊന്നും 1600 കോടിന്ന് ആര്? ഞാൻ കൊറേ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ എന്റെ 100 കോടി വന്നേ? 1600 കോടി? എന്ത് സംഭവം മനസ്സിലായില്ല. തന്നെ കൊറേ പറ്റിച്ചിട്ടുണ്ട്. എന്തിരിയനെ അന്നാ മനസ്സിലായില്ല പറഞ്ഞ എന്നോട്. അങ്ങേരുടെ കയ്യിൽ 1600 കോടി ഉണ്ടെന്ന്. അന്നാ ഞാനിപ്പൊ 1000 കോടി ഒപ്പിച്ചേരാ. അന്നാ 1000 പെട്ടെന്ന് ഇപ്പന്നെ തരാം. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ സ്നൈപ്പും കൂടി മാത്രം ഒരു 70-100 കോടി അടിച്ചു കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് കാണിക്കും. നീ ഏറെ നിന്റെ കയ്യിലുണ്ടെന്ന് തന്നെ പറഞ്ഞു. ആ എന്നാ ആളുടെ ഏറെ സേനുണ്ട് പറയാലോ. വാ, എത്ര സിയറ വേണ്ടേ? അല്ല സേഫ് സോൺ അല്ലേ, അഥവാ അടിയാര് വെടിവെക്കാൻ കഴിയില്ല. ഞാനെങ്ങനെയാ സ്കാം ചെയ്യല്? വെടിവെക്കാൻ എങ്ങനെ? ഇതേ മുട്ട സ്കാം ഇവന്റെ കൊടുത്തു കഴിഞ്ഞാ അന്നാ ഇപ്പൊ സേഫ് സോൺ ഇല്ലേ?